സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ശനിയാഴ്ചയാണ്. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഹിയറിംഗ് നടത്തി 1,00,000-ലധികം പേരെ ഒഴിവാക്കിയാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇത്തരത്തിൽ വെട്ടിപ്പോയവരുണ്ട് എങ്കിൽ അന്തിമ പട്ടികയിൽ ഇടം പിടിക്കാത്തവർക്ക് ശുഭദായകമായ ഒരു വാർത്തയാണ് ഇനി പങ്കുവയ്ക്കുന്നത്. അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ അതുമല്ലെങ്കിൽ BLO മുഖാന്തരമോ വോട്ട് ചേർക്കാൻ അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത്തരക്കാരെ പുതിയ വോട്ടറായാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രം. നേരത്തെ വോട്ട് ചെയ്തവരാണെങ്കിൽ പോലും SIR അന്തിമ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ SIRന്റെ അന്തിമ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനി കന്നി വോട്ടറാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ വോട്ട് ചേർക്കാൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരമുണ്ട്. പുതുതായി പേര് ചേർക്കുന്നവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും സാധിക്കും. ആർക്കൊക്കെ ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്നതിന് അപേക്ഷിക്കാം? എന്താണ് അതിന് ചെയ്യേണ്ടത്? എന്തെല്ലാം രേഖകൾ സമർപ്പിക്കണം? എവിടെയാണ് അപേക്ഷിക്കേണ്ടത്? ഈ വർഷം അഥവാ 2026 ജനുവരി 1-ന് 18 വയസ്സ് തികഞ്ഞ ആർക്കും പുതിയ വോട്ടറായി അപേക്ഷ നൽകാൻ അവകാശമുണ്ട്. ജനുവരി 1-ന് ശേഷം 18 തികഞ്ഞവർക്കും അപേക്ഷിക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ ceo.kerala.gov.in എന്ന ലിങ്കിൽ കയറിയാൽ ഇതിനുള്ള സൗകര്യമുണ്ട്. voters.eci.gov.in എന്ന ലിങ്ക് വഴിയും ECINTE എന്ന മൊബൈൽ ആപ്പ് വഴിയും പേര് ചേർക്കാൻ സാധിക്കും. ഇതുകൂടാതെ BLO വഴിയും നിങ്ങളുടെ പേര് ചേർക്കാം. സാധാരണ വോട്ടർമാർ ഫോം 6 ഉപയോഗിച്ചാണ് അപേക്ഷിക്കേണ്ടത്. പ്രവാസി വോട്ടർമാരാകാൻ ഫോം 6A ഉപയോഗിക്കണം. രേഖകളുടെ സുരക്ഷയ്ക്കും പ്രോസസ്സിനും ഓൺലൈനായി അപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതുതായി പേര് ചേർക്കുന്നവർ സപ്ലിമെന്ററി പട്ടികയിലാണ് ഉൾപ്പെടുക. കൂട്ടിച്ചേർത്തതും തിരുത്തൽ വരുത്തിയതും ഈ സപ്ലിമെന്ററി പട്ടികയിൽ ഉണ്ടാകും. 17 വയസ്സായവർ മുൻകൂറായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവരെയും 18 വയസ്സ് തികയുന്ന മുറയ്ക്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എങ്കിൽ ഫോം 8 ആണ് ഉപയോഗിക്കേണ്ടത്. 4 തരത്തിലുള്ള തിരുത്തലുകൾക്ക് ഫോം 8 ഉപയോഗിക്കാം. ഈ റോളിലെ തിരുത്തൽ, പേര്, വിലാസം എന്നിവ മാറ്റുന്നതിന്, വോട്ടർ ID-യുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന്, ഭിന്നശേഷിയുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുന്നതിന്. ഇത്രയും കാര്യങ്ങൾക്ക് ഫോം 8 ആണ് ഉപയോഗിക്കേണ്ടത്. ഭിന്നശേഷി രേഖപ്പെടുത്തുന്നത് പോളിംഗ് ബൂത്തിൽ വീൽ ചെയർ ഉൾപ്പെടെയുള്ള സൗകര്യത്തിന് അത്യാവശ്യമാണ്. തിരുത്തലുകൾ വരുത്തുന്നുണ്ട് എങ്കിലും വേഗത്തിൽ ചെയ്യണം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ തിരുത്തലിന് അപേക്ഷിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്താൽ പിന്നെ തിരുത്തലിന് സാവകാശം കിട്ടിയെന്ന് വരില്ല. പുതുതായി പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർക്ക് ഹിയറിംഗ് ഉണ്ടായിരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ജനന തീയതിയും വിലാസവും തെളിയിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്തിരിക്കണമെന്നത് നിർബന്ധമാണ്. ജനന തീയതി തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റോ SSLC സർട്ടിഫിക്കറ്റോ ഉപയോഗിക്കാം. വിലാസം തെളിയിക്കാൻ ആധാർ കാർഡ് മതിയാകും. ഇപ്പോൾ വോട്ടുള്ള ബൂത്തിൽ നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് പേര് മാറ്റാനും ഇപ്പോൾ അവസരമുണ്ട്. ഇതിനായി ഫോം 8-ലാണ് അപേക്ഷിക്കേണ്ടത്. ഫോം 8. ഇതിന് താമസം തെളിയിക്കുന്ന രേഖയാണ് സമർപ്പിക്കേണ്ടത്. ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ഒരേ വീട്ടിലെ ആളുകൾ വ്യത്യസ്ത ബൂത്തുകളിലായിട്ടുണ്ട് എങ്കിൽ അവർക്കും ബൂത്ത് മാറ്റാൻ താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ നൽകി ഫോം 8-ൽ അപേക്ഷിച്ചാൽ മതി. സൗകര്യപ്രദമായ സ്ഥലത്ത് വോട്ട് നിലനിർത്താൻ താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ ഉപകരിക്കും. ഒരു കുടുംബത്തിലുള്ളവർ തന്നെ ഒരേ ബൂത്തിൽ പലയിടത്താണ് പേരുകൾ എങ്കിൽ ഇപ്പോൾ മാറ്റാൻ സാധിക്കില്ല. ഇതിന് അപേക്ഷിക്കുകയും വേണ്ട. അടുത്ത സമ്മറി റിവിഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്വമേധയാ ഇത് ചെയ്യും. പുതുതായി പേര് ചേർക്കുന്നവർക്ക് വോട്ടർ ID കാർഡും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. SIR കരട് പട്ടിക പുറത്തിറക്കിയപ്പോൾ 2025 ഒക്ടോബറിലെ പട്ടികയിൽ ഉണ്ടായിരുന്ന 24.8 ലക്ഷം വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത്. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 53,229 പേരെ കൂടി ഒഴിവാക്കി. ഇതടക്കം 24.61 ലക്ഷം വോട്ടർമാരാണ് ആകെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം വോട്ടർമാരുടെ കുറവുണ്ടായത്. BJPയുടെ 4 A ക്ലാസ് മണ്ഡലങ്ങളിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ ഇല്ലാതായി എന്നാണ് കണക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 47,647 വട്ടിയൂർക്കാവിൽ 42,580 നേമത്ത് 38,063 വോട്ടർമാർ കുറഞ്ഞിട്ടുണ്ട്. കഴക്കൂട്ടം, നെയ്യാറ്റിങ്കര, കോവളം, പാറശാല മണ്ഡലങ്ങളിലും 20,000-ലധികം വോട്ടുകൾ കുറഞ്ഞതായാണ് കണക്ക്. അന്തിമ പട്ടികയിൽ 2 വോട്ടുണ്ടെങ്കിൽ ഇക്കാര്യം തിരുത്തുന്നതിന് ഫോം 7 ഉപയോഗിച്ച് അപേക്ഷ നൽകണം. എന്നാൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി മാറ്റാൻ സാധ്യത കുറവാണ്.
പക്ഷേ ഇരട്ട വോട്ട് കുറ്റകരമാണ് എന്നതിനാൽ 2 വോട്ടുണ്ടെങ്കിൽ അക്കാര്യം BLOയെ അറിയിക്കണം. തെരഞ്ഞെടുപ്പിന് അടുത്ത ദിവസം വരെ കണ്ടെത്തുന്ന ഇരട്ട വോട്ട് ASD ലിസ്റ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രിസൈഡിംഗ് ഓഫീസർക്കും നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങും മുൻപ് തന്നെ പേരുകൾ വെട്ടാനും ചേർക്കാനും രാഷ്ട്രീയ പാർട്ടികൾ മത്സരം ആരംഭിച്ചിരുന്നു. 1.5 ലക്ഷത്തിലധികം പേരുകൾ നീക്കം ചെയ്യാനുള്ള ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചതായാണ് കണക്ക്. കൃത്യമായി പറഞ്ഞാൽ 1.66 ലക്ഷം ആക്ഷേപങ്ങൾ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തി ഒഴിവാക്കിയ 24 ലക്ഷത്തിലധികം ആളുകൾക്ക് പുറമെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ. മരണം, ഇരട്ട വോട്ട്, സ്ഥലത്തില്ല, താമസം മാറി തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് ഫോം 7 വഴി പേര് നീക്കാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകന്റെയും പേര് നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വോട്ടറുടെയും വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ, പോളിംഗ് ബൂത്ത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, കാരണങ്ങൾ എന്നിവ സമർപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ബൂത്ത് ലെവൽ ഓഫീസർ അന്വേഷണം നടത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ERO ആണ് നടപടി സ്വീകരിക്കുക. വോട്ടറെ നീക്കാൻ ഉന്നയിച്ച കാരണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം 1 വർഷം വരെ തടവോ നിശ്ചിത തുക പിഴയോ ചുമത്താനും കമ്മീഷൻ അധികാരമുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 1,30,554 ആക്ഷേപങ്ങളും 2 ആഴ്ചക്കിടെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 7,421 പ്രവാസി വോട്ടർമാരുടേതും ഉൾപ്പെടുന്നു. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേൽ പരാതികൾ സ്വീകരിക്കുകയും ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപടികൾ പൂർത്തിയാക്കിയത്. എന്യൂമറേഷൻ നടപടികളെല്ലാം ഈ പട്ടിക അടിസ്ഥാനമാക്കിയായിരുന്നു. ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ആകെ 2,78,50,855 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 2,69,53,644 വോട്ടർമാരും, അതായത് 8.97 ലക്ഷം വോട്ടർമാരുടെ കുറവ്. എന്യൂമറേഷനും ഹിയറിംഗും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 1,33,26,048 പുരുഷന്മാരും 1,38,27,319 സ്ത്രീ വോട്ടർമാരുമാണ് അന്തിമ പട്ടികയിലുള്ളത്. പ്രവാസി വോട്ടർമാരുടെ എണ്ണം 2,23,558 ആണ്.